ഓൾ. അപ്പോൾ നമ്മുടെ മീറ്റ് ദ ചാമ്പ്യനിൽ നിങ്ങൾ ഒരുപാട് ചാമ്പ്യൻസിനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് നമ്മൾ നമ്മുടെ ഒരു പുതിയ ചാമ്പ്യൻ്റെ അടുത്താണ് ഇവിടെ എത്തിയിരിക്കുന്നത്, ആഗ്നേ. ആഗ്നേനെ കാണാനായിട്ട് ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം കുറച്ചധികം മെമ്പേഴ്സ് ഉണ്ട് നമുക്കിവിടെ. ആഗ്നേയുടെ അച്ഛനുണ്ട്, അച്ഛമ്മയുണ്ട്, അച്ഛനും അമ്മയും കുഞ്ഞു അനിയത്തി കുട്ടിയുണ്ട്. അപ്പോൾ ഇവരോടൊക്കെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാനുണ്ട് അല്ലേ? ഓക്കെ, അപ്പൊ ഞാൻ ആദ്യം, എനിക്ക് തോന്നുന്നു എപ്പോഴും ആദ്യം അമ്മയുടെ അടുത്തായിരിക്കും നമുക്കൊന്ന് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുള്ളത്. അതായത് അബാക്കസ് എന്ന് പറയുമ്പോൾ മാത്സ് ആണ്. അപ്പം അമ്മയ്ക്ക് എങ്ങനെയായിരുന്നു? ആഗ്നേയുടെ അമ്മ ചെറിയ വളരെ യങ്ങായിട്ടുള്ള ആളാട്ടോ, ഞാൻ അമ്മ കഴിഞ്ഞു. ഓക്കെ, അപ്പൊ ആഗ്നേയുടെ അമ്മയ്ക്ക് എങ്ങനെയായിരുന്നു? മാത്സ് പണ്ട് ടഫായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ആഗ്നേനെ അബാക്കസിനെ പഠിപ്പിക്കാൻ ചേർത്തുമ്പോ എന്താ തോന്നിയേ? ഒരു പേടി ഉണ്ടായിരുന്നോ? എനിക്ക് ടഫായിരുന്നു, പക്ഷെ അവന് മാത്സിനോട് താല്പര്യം കാണിച്ചിരുന്നു. അങ്ങനെയാണ് അബാക്കസിലേക്ക്, അവൻ്റെ 1ാം ക്ലാസ്സിലെ ടീച്ചറാണ് മാത്സിന് താല്പര്യം ഉണ്ടെന്ന് പറഞ്ഞത്. അപ്പൊ അങ്ങനെയാണ് അബാക്കസിലേക്ക്. അപ്പൊ മാത്സ് സബ്ജക്റ്റ് ആയിരിക്കില്ല ഏറ്റവും ഇഷ്ടം ആഗ്നേയ്ക്ക്? ഓക്കെ, അപ്പൊ ഈ അബാക്കസ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷമുള്ള ഒരു ജേർണി എങ്ങനെയായിരുന്നു? മാത്സ് ഓൾറെഡി ഇൻട്രസ്റ്റ് ഉള്ള ഒരു കുട്ടിയാണ്. അപ്പൊ അബാക്കസ് പഠിച്ചു തുടങ്ങിയതിന് ശേഷം ആഗ്നേയിൽ കണ്ടിട്ടുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാ? അവൻ കുറച്ച് പിറകോട്ടേനു, മുന്നോട്ട് അങ്ങനെ ഇതാവൂലേനു. പക്ഷെ അതിലൊക്കെ ഒരു കോൺഫിഡൻസ് കൂടി വന്നിട്ടുണ്ട്. പിന്നെ കുറച്ച് എന്താ പറയാ, എവിടെയും നിൽക്കാത്തൊരു പ്രകൃതമായിരുന്നു. കോൺസെൻട്രേഷൻ തീരെ ഇല്ലാത്ത ഒരാളായിരുന്നു. അതിൽ കുറച്ച് കുറവുണ്ട്, കോൺസെൻട്രേഷൻ കൂടി വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ ഈ വാവയുടെ കാര്യം കേട്ടിട്ടുണ്ട്. ആഗ്നേ വാവ പ്രഗ്നന്റ് ആയിരിക്കുമ്പോ തൊട്ടേ അബാക്കസ് ക്ലാസ്സസ് കേൾക്കുന്നുണ്ട് അല്ലെ? അപ്പൊ എനിക്ക് തോന്നുന്നു ഇപ്പോഴും മിസ് പറയുന്നത് കേട്ടു, വാവ ഇങ്ങനെ ക്ലാസ്സസ് എടുക്കുന്ന സമയത്ത് അവിടെ വന്നു കഴിഞ്ഞാൽ വാവ ഭയങ്കര ശ്രദ്ധിച്ചിരിക്കുന്നു. അപ്പൊ നമ്മുടെ ഭാവിയിൽ ഒരു അബാക്കസ് താരമായിരിക്കും അത്. എന്തായാലും ചേർത്തു അല്ലേ? ഓക്കെ, അപ്പം ആഗ്നയുടെ അച്ഛനാണ് കേട്ടോ അവിടെ എല്ലാം അടുത്തിരിക്കുന്നത്. അപ്പൊ വാവനെയും കൊണ്ട് അച്ഛൻ ഇരിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇപ്പം എനിക്ക് തോന്നുന്നു പ്രത്യേകിച്ച് ഇപ്പൊ അച്ഛനൊക്കെ ചോദിച്ചാൽ കുറച്ചുകൂടി ഉണ്ട്, അവരൊക്കെ മാത്സ് പെട്ടെന്ന് മനക്കണക്ക് കൂട്ടി അങ്ങ് ഉത്തരം പറയുന്ന ആൾക്കാരാണല്ലോ. അപ്പൊ അതിൽ നിന്ന് മാറി, അതൊക്കെ ഇത്രയും പ്രായമായതിനു ശേഷമായിരിക്കും ചെയ്യുന്നത്. അതിൽ നിന്ന് മാറി ഈ കുഞ്ഞി ആള് ഈ കുഞ്ഞി തലയില് കുറെ കാര്യങ്ങൾ ചിന്തിച്ച് കൈകൊണ്ടൊക്കെ ആക്ഷൻ കാണിച്ച് ചെയ്യുമ്പോൾ ആഗ്നയുടെ ഫാദറിന് എന്താ തോന്നിയത് തുടക്കത്തിലൊക്കെ? ഇത് കാണുമ്പോ എന്തായിരുന്നു ഫീൽ ചെയ്ത്? അച്ഛനാണ് എന്നെക്കാട്ടും വലിയ പുലി. അച്ഛനാണ് മാത്സിൽ ഭയങ്കരാണ്. അച്ഛൻ എന്താ ഗുണനായാലും എല്ലാം അച്ഛന് ഭയങ്കര ബയർട്ട. അപ്പോൾ അച്ഛനും പ്രത്യേകിച്ച് എഴുതി കണക്കൂട്ടേണ്ട ആവശ്യമൊന്നുമില്ല, അച്ഛനെ ഉഷാറായിട്ട് ചെയ്യും. അതിപ്പോ ചുരുക്കി പറഞ്ഞാൽ അത് ഓന് കിട്ടിയെന്ന് പറയാം. എനിക്ക് കിട്ടിയതിനെക്കാട്ടും കൂടുതൽ ഓനാ കിട്ടിയത്. അപ്പൊ അച്ഛന്റെ കഴിവ് വാങ്ങിച്ചെടുത്തതാണെന്നാണ് പറയണേ. അപ്പൊ എങ്ങനെയാണ് അച്ഛൻ എന്താ പറയാനുള്ളത്? എന്റെ കഴിവ് ഓരോരുത്തർക്കും ഓരോരുത്തരുടെ കഴിവുണ്ട്. കഴിവുണ്ട്. ഒന്നാമത്തെ അവന് ശ്രദ്ധിക്കാൻ ലേശം വേണ്ടി ഉഴപ്പനായിട്ട് നടന്നിട്ട ആണ് ഒന്നാമത്തത്. ഓന് വേണമെന്ന് വിചാരിച്ചാൽ അവൻ എന്ത് വേണം ചെയ്യും. ഓനെ ഇപ്പൊ TV കണ്ടിട്ട് മറ്റേ ഇതുണ്ടല്ലോ ചെറിയ കുട്ടികളെ പരിപാടിയൊക്കെ, അതിൽ ഹിന്ദി ഇതൊക്കെ എന്നോടൊക്കെ വെച്ചാൽ പല ഇതിൽ ഹിന്ദിയൊക്കെ പറയും. എനിക്കെന്നെ മനസ്സിലാവില്ല. അറിയുന്നവനാ. അപ്പൊ അബാക്കസ് മാത്രല്ല, ഈ കുഞ്ഞു തലയിൽ അബാക്കസ് മാത്രല്ല, ഓൻ ചിലപ്പോ ഞാനെന്താ പറയാ ഹിന്ദി കൊണ്ട് ഇങ്ങോട്ട് പറഞ്ഞോണ്ട് ഇതാക്കില്ല. എനിക്കൊരു പണി ഉണ്ടാവില്ല. അപ്പൊ ആളൊരു ഉഷാറാണ്. കാർട്ടൂൺ കണ്ട് ഹിന്ദിയും ഇംഗ്ലീഷും പഠിച്ചതാണ്. അറിയാം, പറയാൻ മാത്രല്ല അതിന്റെ അർത്ഥം അവനറിയാം. നമ്മൾ പറയും. എന്താ ചെയ്യാന്ന് വെച്ചാൽ ചിലപ്പോ ഒരു മൂഡിന് ഹിന്ദിയിലൊക്കെ ഇങ്ങോട്ട് വർത്താനം പറഞ്ഞോളൂ. ഓക്കെ, പറ്റുവാണെങ്കിൽ എനിക്ക് ഒന്ന് പറഞ്ഞു തരണേ. ഹിന്ദി എനിക്ക് അറിയാത്തത് കൊണ്ട് ഞാൻ അധികം കളിക്കാൻ നിൽക്കില്ല, കുറച്ച് ബുദ്ധിമുട്ടാണ്. ഓന്റെ പ്രായത്തിന് ഹിന്ദി അറിയാം. അല്ല, ഈ ചെറിയ പ്രായത്തിൽ കുട്ടികൾ ഇത്രയും കാര്യങ്ങൾ ചെയ്യാന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. അപ്പോൾ അച്ഛമ്മ ഇവിടെ ഉണ്ട്. അപ്പോൾ എല്ലാവരും ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇംഗ്ലീഷ് ആവട്ടെ ഹിന്ദി ആവട്ടെ ഇതൊക്കെ അറിയാവുന്ന ഒരു കുഞ്ഞിപ്പുലിയാണ് ഇവിടെ ഇരിക്കുന്നത്. അപ്പോൾ ആള് എങ്ങനെയാണ്? അച്ഛമ്മയ്ക്ക് അവൻ്റെ ഒരു പെർഫോമൻസും ഇതൊക്കെ കണ്ടിട്ട് എന്താ തോന്നുന്നേ? നന്നായിട്ട് ചെയ്യും. അവൻ ഇരുന്നാലും നല്ലപോലെ ചെയ്യലുണ്ട്. അപ്പോൾ സ്കൂളിലൊക്കെ എങ്ങനെയാ ആഗ്നേ പെർഫോം ചെയ്യുന്നതൊക്കെ എങ്ങനെയാ സ്കൂളിൽ? പണ്ടത്തെ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ ആഗ്നയുടെ? അബാക്കസിന് മുൻപുള്ള ആഗ്നയും ഇപ്പൊ ഉള്ള ആഗ്നയും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ? എല്ലാ പരിപാടിക്കും
നിക്കും ആക്റ്റീവ് ആവണ്. അവൻ അറിയില്ലെങ്കിലും ആദ്യമൊക്കെ ഒരു ചെയ്യൂലായിരുന്നു. നിൽക്കാൻ സ്കൂളിൽ ആ ആ ആ ഇപ്പൊ എല്ലാത്തിനും നിൽക്കും. എല്ലാത്തിനും നിൽക്കും. ഓക്കെ, അപ്പൊ ആഗ്നേ നിൽക്കുന്ന കുറച്ച് ഐറ്റംസ് ഒക്കെ ഏതൊക്കെയാ? എന്തിലൊക്കെയാണ് ഇപ്പൊ ആഗ്നേക്ക് കോൺഫിഡൻസ് കൂടിയത്? ഇപ്പൊ ഇപ്രാവശ്യം ഇംഗ്ലീഷ് ക്ലബിലോ എന്തിലോ ഒന്ന് ചേർന്നെന്ന് പറഞ്ഞു. ആ, അപ്പൊ ആള് ഉഷാറായി വരുന്നുണ്ടല്ലേ? പിന്നെ ആഗ്നയുടെ കസിൻ സിസ്റ്ററും കൂടെ, എനിക്ക് ആക്ച്വലി ഈ ഒരു ഫാമിലി ഞാൻ ഇവിടെ വന്നപ്പോൾ മുതൽ ഇവര് അനിയത്തിയാണല്ലേ ഉള്ളേ, ചേച്ചി മക്കൾ, അവരുടെ കാര്യങ്ങളൊക്കെ ഒരുപാട് പറയുന്നുണ്ട്. അപ്പം ഭയങ്കര കണക്റ്റഡ് ആയിട്ടുള്ള ഒരു ഫാമിലിയാണ് ഇവർ എല്ലാവരും, അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ഒരുമിച്ച്. അത് ഇവർ പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാം. അപ്പൊ ആഗ്നയുടെ ചേച്ചി, അതായത് അച്ഛന്റെ ചേച്ചിയുടെ മകളും നമ്മുടെ അബാക്കസ് പഠിച്ച ആളാണ്. അപ്പം അത് കണ്ടിട്ടായിരിക്കുമല്ലോ ആഗ്നേനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്ന്. അവരായിരുന്നു ആദ്യം ചേർന്നിരുന്നത്. അപ്പൊ അവര് ചേർന്നെന്ന് പറഞ്ഞപ്പോ ഇവനെയും ചേർത്തിയതായിരുന്നു. ഓക്കെ ഓക്കെ. അപ്പൊ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ അബാക്കസ് കുടുംബത്തിലെ 2 കുട്ടികളുടെ ഒരു വീടാണിത് എന്നും കൂടി നമുക്ക് പറയാം. ഇപ്പൊ കറന്റ്ലി അവരിവിടെ ഇല്ല, നമുക്ക് ആഗ്നേ മാത്രമാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പൊ ആഗ്നയുടെ ഒരു പെർഫോമൻസ് കാണാലോ അല്ലേ? അപ്പൊ നമുക്ക് എന്തായാലും ഇനി ആഗ്നയുടെ പെർഫോമൻസ് കാണാം കേട്ടോ.